ജമാഅത്തെ ഇസ്ലാമിക്ക് നയംമാറ്റമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാട് തള്ളി മുസ്ലിം ലീഗ്. ആശയപരമായി യോജിപ്പില്ലെന്നും വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വർഗീയ കൂട്ടുകെട്ട് യു.ഡി.എഫിന്റെ പരാജയ ഭീതി മൂലമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സിപിഐഎമ്മിന് അവസരവാദമെന്നാണ് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അത് ദുർവ്യാഖ്യാനല്ലേ. ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ യു.ഡി.എഫിനെ പിന്തുണച്ചിരിക്കുകയല്ലേ, അല്ലാതെ രാഷ്ട്രീയ സഖ്യം ഇല്ലല്ലോ. യു.ഡി.എഫ് ആയിട്ട് നിൽക്കുകയല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ആശയപരമായി നിൽക്കുന്നുണ്ട്. രണ്ടും രണ്ടാണ്. യു.ഡി.എഫ് എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട്? തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞുകൂടി. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടില്ല. ഇനി പിന്നെ അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അവർക്ക് ആരെയും കൂട്ടാം. അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി. അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. പണ്ട് രാഷ്ട്രീയത്തിലെ തൈരാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ഞല്ലെങ്കിൽ CPM തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും. CPMന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. മുബഷിർ അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ അക്ബർ, LDFനും UDFനും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അത് ഇന്നത്തെ ദിവസവും തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ വിഷയം നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നത്? വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണച്ചതിന് പിന്നാലെ മതരാഷ്ട്രവാദികളുടെ പിന്തുണയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നതെന്ന ഒരു ആരോപണത്തിൽ LDF ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അത്തരമൊരു ആരോപണത്തിന് തുടക്കം കുറിച്ചിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ വിശദീകരണവുമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായി ആശയപരമായി യോജിപ്പില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ UDFനൊപ്പം നിൽക്കുന്നത് സ്വാഭാവികമാണെന്നുള്ളതാണ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി നയപരമായി മാറിയോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ സാഹചര്യം കൊണ്ട് UDFനെ പിന്തുണയ്ക്കുകയാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ തന്നെ UDFനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഘടകകക്ഷിയായി കണക്കാക്കാൻ സാധിക്കില്ല എന്നൊരു മറുചോദ്യമാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെക്കുന്നത്. നിലമ്പൂരിൽ UDFന് അനുകൂല സാഹചര്യമാണെന്നും നയം മാറിയമെന്ന് വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നെന്നും ഇത്തരം ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. അതേസമയം UDFനെതിരെ ഒരു വിഷയത്തിലുള്ള LDFന്റെ കടന്നാക്രമണം തുടരുകയാണ്. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള എം സ്വരാജ് ഇക്കാര്യത്തിൽ പറയുന്നത് മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നയരൂപീകരണം നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. അവരുടെ പിന്തുണയോടുകൂടി അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് എം സ്വരാജ് പറഞ്ഞു വെക്കുന്നത്. ആരുടെ വോട്ട് വേണമെന്ന കാര്യത്തിൽ വ്യക്തമായി മറുപടി നേരത്തെ തന്നെ LDF ഇടതുപക്ഷം വ്യക്തമാക്കിയതാണ്. ഒരു വർഗീയ ശക്തിയുടെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട. SDP ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അവരുടെ ഒന്നും തന്നെ വോട്ട് തേടേണ്ട കാര്യമില്ല. പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് PDP. അതുകൊണ്ടാണ് അവരുടെ പിന്തുണ തേടുന്നത് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എം സ്വരാജും വ്യക്തമാക്കുന്നത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മറുഭാഗത്തെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന മറുഭാഗത്തെ UDF പ്രചാരണ വിഷയമാക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ പാർവതി. മുബഷിർ അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.